വിതുര കൊപ്പം സ്വദേശിയുടെ വീട് ജപ്തി ചെയ്ത സ്വകാര്യ ഫിനാൻസ് സ്ഥാപനം സന്ദീപും കുടുംബവുമാണ് ബാങ്കിന്റെ ക്രൂരതയിൽ പെരുവഴിയിലായത്. ഇന്ന് 2 മണിക്കായിരുന്നു ഫിനാൻസ് സ്ഥാപന ജീവനക്കാർ എത്തി വീട് ജപ്തി ചെയ്തത്. പിന്നാലെ ഡിവൈഎഫ്ഐ CPIM പ്രവർത്തകർ പൂട്ട് തകർത്ത് വീട്ടുകാരെ അകത്ത് കയറ്റി. ആദ്യം ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം കേൾക്കാം. ബിസിനസ്സാണ്, കട ഷോപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കോവിഡ് സമയത്തുള്ള മാന്ദ്യത ഉണ്ടായിരുന്നു. അതിനുശേഷം ലോൺ എടുത്ത് ഈ കുറച്ച് നാൾ അടച്ചു വന്നു. പിന്നെ ബിസിനസ് നല്ല ഡൗൺ ആയപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുവിധം മെയിൻ ചെയ്ത് വന്ന സമയത്താണ് കുഞ്ഞിനിങ്ങനെ RCCയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ 1 വർഷത്തോളം ഹോസ്പിറ്റലിൽ നിന്ന് കൊച്ചിനെ ചികിത്സിക്കേണ്ടതായിട്ട് വന്നു. അപ്പം കട തുറക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ വന്നതിന് ശേഷം കുറച്ച് പൈസ അടച്ച്, ബാക്കി അടയ്ക്കാൻ പറ്റിയില്ല. ബാങ്ക് തന്ന ഡേറ്റിനൊന്നും എനിക്ക് കൃത്യമായിട്ട് പൈസ കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവർ ബാങ്കുകാർ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. അപ്പോൾ കുറച്ച് സമയം കൂടെ ചോദിച്ചിട്ട് എനിക്ക് അവർക്ക് തരാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു. അങ്ങനെ ഇറങ്ങി. കൊച്ചിനെ നമുക്ക് വേറെ കൊണ്ട് കിടത്താൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒരു സാവകാശം നമുക്ക് വേണം. ഒരു 6 മാസം കൂടെ എനിക്ക് സമയം തന്നെ എന്തെങ്കിലും ഞാൻ ചെയ്ത് ക്ലിയർ ആക്കി ഇടപാടിന് ബിസിനസ്സിലുള്ള ബാധ്യതയും വേറെ കുറച്ചുണ്ട്. എല്ലാം കൂടെ ഒന്ന് ക്ലിയർ ആക്കാൻ ഒരു 6 മാസം സമയം എനിക്ക് വേണം. ഞങ്ങൾ ഈ വിവരം അറിയുന്നത് ചോള എന്ന് പറയുന്നൊരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും സന്ദീപ് ഒരു വായ്പ എടുത്തിരുന്നു. അപ്പോൾ ഇടയ്ക്ക് സന്ദീപിൻ്റെ മകന് സുഖമില്ലാതായി. അപ്പോൾ വലിയ തുക അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് RCC ചിലവഴിക്കേണ്ടി വന്നു. സ്വാഭാവികമായും ലോൺ പെൻഡിങ് വരുന്നു. ഇന്ന് ഉച്ചയായപ്പോൾ അവർ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇവിടെ ജപ്തി ചെയ്യാൻ വേണ്ടി വന്നു പോലീസിൻ്റെ സഹായത്തോടെ. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിരുന്നപ്പോൾ അവരെല്ലാം വന്നത്. ഊണ് കഴിക്കുന്നത് പൂർത്തിയാക്കാൻ പോലും സമ്മതിക്കാതെയാണ് അവരെ വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്നത്. പുറത്തിറക്കി കുഞ്ഞിൻ്റെ മരുന്ന് പോലും എടുക്കാൻ അനുവദിച്ചിട്ടില്ല. മാത്രമല്ല 1 മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിന് ഓക്സിജൻ ലെവൽ നോക്കേണ്ടതുണ്ട്. അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് പോലും എടുക്കാൻ സമ്മതിക്കാതെ അവരെ വീടിന് പുറത്തിറക്കി അവർ പിന്നെ വരാന്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിവരങ്ങൾ അറിയുന്നത് ഇവിടുത്തെ പാർട്ടി DYFI CPIM പ്രവർത്തകർ ഞങ്ങളെല്ലാം ഇവിടെ എത്തി. തുടർന്നാണ് ഞങ്ങളിപ്പോൾ അവരെ അകത്ത് കയറ്റിയിട്ടുള്ളത്. വായ്പാ കുടിശ്ശിക ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു മനുഷ്യത്വവുമില്ലാതെ രോഗിയായ മകനെയും കൊണ്ട് പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥ വല്ലാതെ ദുഃഖകരമായ സത്യമാണ്. അത് അനുവദിക്കാൻ വേണ്ടി പറ്റില്ല. എന്ത് നിയമത്തിൻ്റെ പിൻബലത്തിലാണെങ്കിൽ പോലും മനുഷ്യനായി കാണുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാത്തതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ ഉദാഹരണമെന്ന് ഇതിനെ കാണാൻ വേണ്ടി പറ്റണം. കമലേഷ് ചേരുന്നുണ്ട്. കമലേഷ്, ഈ കുടുംബത്തെ ബാങ്ക് ഇറക്കി വിടുന്നു. പിന്നീട് DYFI പ്രവർത്തകരെത്തി ആ വീടിൻ്റെ പൂട്ട് തകർത്തവരെ തിരിച്ചു വീട്ടിലേക്ക് കയറ്റുന്നു. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച മറ്റ് വിശദാംശങ്ങൾ? ഷമി, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനം സ്വകാര്യ ധനകാര്യ സ്ഥാപനമാണ് ഇത്തരത്തിലൊരു കണ്ണില്ലാത്ത ക്രൂരത ചെയ്തിട്ടുള്ളത് എന്നതാണ് ഇവിടുത്തെ സാഹചര്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 49 ലക്ഷം രൂപയാണ് ഈ സന്ദീപ് ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ളത്. അത് പക്ഷേ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി എടുത്ത വായ്പയാണ്. പക്ഷേ പിന്നീട് ഈ കോവിഡ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധി വന്ന ഘട്ടത്തിൽ അതിന്റെ തിരിച്ചടവ് ഉൾപ്പെടെ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ പിന്നീട് കോവിഡിന് ശേഷം ഈ ധനകാര്യ സ്ഥാപനം കരകയറി വരുന്ന ഒരു സമയത്താണ് 10 വയസ്സുള്ള തന്റെ മകന് ഇത്തരത്തിൽ ഒരു ക്യാൻസർ ബാധിതനാവുകയും RCCയിൽ ചികിത്സ തേടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ 1 വർഷമായി ഈ കുട്ടി RCCയിൽ ചികിത്സയിലാണ്. പക്ഷേ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ട് കൂടി ഈ ധനകാര്യ സ്ഥാപനത്തെ അറിയിച്ചിട്ട് കൂടി അവരെ അവിടെ താമസിക്കാനോ അവർക്ക് മറ്റ് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാനോ ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനം തയ്യാറായില്ല എന്നുള്ളതാണ്. 3 തവണ അവധി നൽകിയിട്ടുണ്ട് എന്ന് സന്ദീപ് തന്നെ ഇതിൽ നിന്നും പറയുന്നുണ്ട്. പക്ഷേ ഒരു 6 മാസം കൂടി തനിക്ക് സമയം ലഭിച്ചാൽ ഈ കടങ്ങളൊക്കെ വീട്ടാനും തന്റെ ധനകാര്യ സ്ഥാപനം ഒന്ന് മെച്ചപ്പെടുത്താനും അതുവഴി കടങ്ങൾ വീട്ടാനും കഴിയുമെന്ന് സന്ദീപ് പറയുന്നുണ്ട്. അത്തരത്തിൽ അവധി ചോദിച്ചെങ്കിൽ പോലും ഇവരെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്ന ഒരു സാഹചര്യമാണ്. സന്ദീപ്, അതുപോലെ തന്നെ ഭാര്യ, മകൻ, സന്ദീപിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് പെരുവഴിയിലായത്. പക്ഷേ ഈ വിഷയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രദേശത്തെ CPIM DYFI നേതാക്കൾ ഇടപെടുകയും CPIM ഏരിയ കമ്മിറ്റി അംഗം S. സഞ്ജയന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് ഉടൻ തന്നെ ഇടപെട്ട് ഈ വീടിന്റെ പൂട്ട് തകർക്കുകയും ഈ കുടുംബത്തെ അതിനകത്ത് കയറ്റി താമസിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും വളരെ വലിയ ഒരു ക്രൂരതയാണ്. നേരത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പല ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ
വീട്ടിൽ നിന്നും കുടിയിറക്കിക്കൊണ്ടുള്ള ഇത്തരം ഇടപെടലുകൾ ബാങ്കുകളുടെ ഭാഗത്തു നിന്ന് പാടില്ല എന്ന തരത്തിൽ നേരത്തെ തന്നെ സർക്കാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ നിലപാടെടുത്തിട്ടുണ്ട്. അതിനുള്ള പലതരത്തിലുള്ള നിയമ നടപടി ഉൾപ്പെടെ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം ഉൾപ്പെടെ നടത്താൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത്. ആ ഘട്ടത്തിലാണ് ഇത്തരം ഒരു കണ്ണില്ലാത്ത ക്രൂരത നമുക്ക് മുന്നിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ CPM ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ കുടുംബത്തെ ആ വീട്ടിൽ തന്നെ താമസിപ്പിക്കുന്നതിനുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഷമ്മി, അസിത. ശരി, കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ നൽകിയത്.